ഹലോ, നമസ്കാരം. ഉഷാദ് മണ്ണാർക്കാടാണ്. എന്തൊക്കെയുണ്ട്? കൂടെ സുഖം തന്നെയല്ല എല്ലാവർക്കും. ചെറിയൊരു കാര്യം പറയാം, അത് കഴിഞ്ഞിട്ട് നിർത്തിക്കോണം. മറ്റൊന്നല്ല, വെള്ളിയാഴ്ച വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ നമ്മൾ നല്ലോണം ആലോചിച്ച് വേണം വോട്ട് രേഖപ്പെടുത്താൻ. കാരണം പിന്നീട് നമുക്ക് ആലോചിക്കാനും സഹതപരിക്കാനും സങ്കടപ്പെടാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരിക്കും പിന്നീട് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കേരളത്തിലുള്ള 70% ജനങ്ങളും ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയമില്ലാത്ത ആളുകൾ വളരെ 10, 20, 30% ആളുകളുള്ളൂ നിഷ്പക്ഷരായ ആളുകളുള്ളത്. ബാക്കിയൊക്കെ ഏതെങ്കിലും ഒരു പാർട്ടിയെ ആശ്രയിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ഏത് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒരു പാർട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വോട്ട് രേഖപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ ഞാൻ ഇന്ന പാർട്ടിക്ക് തന്നെ ചെയ്യുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുത്താൽ, പിന്നെ ഒരു തീരുമാനം എടുക്കാനോ പിന്നെ ആലോചിക്കാനോ സങ്കടപ്പെടാനോ ഒന്നും സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്യണം. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഇലക്ഷനിൽ നമ്മൾ പാർട്ടിയെ മറന്ന് രാജ്യത്തിൻ്റെ നന്മക്കായി, രാജ്യത്തിൻ്റെ രക്ഷക്കായിട്ട് നമ്മൾ ഈ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് സഹതപതിക്കാനോ സങ്കടപ്പെടാനോ സമയം കിട്ടിയെന്ന് വരില്ല, കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്തുകൊണ്ട് വരുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ വെള്ളിയാഴ്ച ആലോചിച്ച് നമ്മൾ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ 16 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു രാജ്യത്തിൻ്റെ പൗരത്വം നഷ്ടപ്പെടുത്തുന്ന ആ രാജ്യത്തോടുള്ള രാജ്യത്തിൻ്റെ പൗരത്വം നഷ്ടപ്പെടുത്തണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു ഏകാധിപത്യ ഭരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു തിരിച്ചടി എന്ന നിലക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നല്ലവണ്ണം ആലോചിച്ച് ഉള്ളതിൽ നല്ലതിന്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നല്ലതെന്ന് അവകാശപ്പെടാനൊന്നുമില്ല, ഉള്ളതിൽ നല്ലതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് ഒരു അപേക്ഷിക്കുകയാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ആലോചിച്ച് ചെയ്യാം. പിന്നീട് ആലോചിക്കാൻ സമയം കിട്ടില്ല, അങ്ങനെ ആയിരിക്കും അവസ്ഥകളും വരാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട ഉചിതമായൊരു തീരുമാനം ഇപ്പോൾ എടുത്താലേ അതുകൊണ്ട് കാര്യമുള്ളൂ. ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എടുക്കണം. ഈ 29 വരുന്ന ഇലക്ഷനിൽ നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇലക്ഷൻ തന്നെ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമായിരിക്കും. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എടുക്കുക. ഓക്കെ, ഇത് എൻ്റെ അഭിപ്രായമായിട്ട് മാത്രം എടുത്താൽ മതി. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഇതിന് കമൻറ്റുകളും ആക്ഷേപങ്ങളൊന്നും വേണ്ട. ആലോചിച്ച് തീരുമാനിക്കുക. എല്ലാവരും അവരവൻ്റെ ജീവിതത്തിന് വേണ്ടി ഓടിപ്പായുന്നവരാണ്, അല്ലേ? ഇവിടെ ജീവിക്കാനുള്ള ഒരു അവസ്ഥയും അതിനു വേണ്ട ഒരു സൗകര്യവും മാർഗങ്ങളും ആദ്യം അതാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ നല്ലോണം ആലോചിച്ച് ഉചിതമായൊരു തീരുമാനം. പാർട്ടിയൊക്കെ എല്ലാവർക്കും പാർട്ടികളുണ്ടാവും. ആ പാർട്ടിയൊക്കെ ചിലപ്പോൾ മറക്കേണ്ടി വരും. ഈ ഒരു പ്രാവശ്യത്തേക്ക് പാർട്ടിയോടുള്ള കരുടേക്കൂറൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആലോചിച്ച് ഉചിതമായൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എടുക്കണം. പിന്നെ ആലോചിക്കാൻ ഞാൻ വീണ്ടും പറയണു, സഹതപതിക്കാനോ ആലോചിക്കാനോ സങ്കടപ്പെടാനോ സമയം കിട്ടി പിന്നെ ഉണ്ടായിന്ന് വരില്ല. അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരി, കൂടെപ്പിറപ്പുകളെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ.